ഇന്ന് കാലത്ത് ബീച്ചിൽ പോയപ്പോഴാണ് വളരെ വ്യത്യസ്തവും പുരാതനമായി ഈ ഒരു ഫിഷിംഗ് രീതിൻ്റെ കണ്ടപ്പെട്ടത്. എന്നാൽ പിന്നെ ആ ഫിഷിംഗ് രീതിയിൽ കിട്ടുന്ന മീനുകൾ കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് അപ്പം തന്നെ ക്യാമറ എടുത്ത് അങ്ങ് റെക്കോർഡ് ചെയ്തു. ഞങ്ങളെ നാട്ടിൽ ഈ ഫിഷിംഗ് രീതിയെ പറയുന്നത് ചവിട്ട് പല വലിക്കുക എന്ന് പറയും. എല്ലാവർക്കും ഒരുപോലെ അധ്വാനവും ചിലപ്പോൾ പ്രതീക്ഷ കൂടുതലും ചിലപ്പോൾ കുറവും മീൻ കിട്ടുന്ന പരിപാടി. ആദ്യം മുതലേ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല അപ്രതീക്ഷിതമായ ആദ്യം ഒരു സൈഡിൽ കമ്പക്കാരാക്കിയിട്ട് വള്ളവും എടുത്ത് റൗണ്ട് ചെയ്ത് പോയിട്ട്, റൗണ്ടല്ല, ഒരു എന്താ പറയുക, ഒരു മാസ്കിൻ്റെയൊക്കെ രീതിയിൽ പോയിട്ട് അടുത്ത സൈഡിലേക്ക് എത്തിച്ച് അവിടെയും കമ്പായിട്ട് രണ്ട് സൈഡിൽ നിന്നും വലിച്ചടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വലച്ച് രണ്ട് സൈഡിലും കമ്പ കരകെത്തി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് വലിച്ചു കയറ്റാനുള്ള തത്രപ്പാടിലായിരിക്കും. ആ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അറിയാലോ, ഒന്നാമത് കടൽ നല്ല രീതിയിൽ ഇളകി മറിഞ്ഞ് കിടപ്പാണ്. അതിൻ്റെ കൂടെ മഴയും കാറ്റും ഒക്കെ ആയിട്ടുള്ള കടലിൻ്റെ ഇളക്കം വേറെയും. അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും വലിച്ചു കയറ്റാൻ. അതവരുടെ പെർഫോമൻസ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുന്ന കരുതുന്നു. കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയും ഫ്രഷായിട്ടുള്ള കടൽ മീൻ കിട്ടാത്ത ഈ സമയത്ത് ഈ ഒരു പരിപാടിയിലൂടെ ഇവർക്ക് കിട്ടുന്ന മീൻ എന്തായാലും അത്യാവശ്യം നല്ല വില കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് അവർ വലിച്ച് കാറ്റുന്നതും, അതായത് വല വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുന്നതും കിട്ടുന്ന മീനുകളും അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ, വല എടുത്തു തുടങ്ങിയപ്പോഴേക്ക് രണ്ടുപേര് പോയി വലയുടെ രണ്ടറ്റവും പിടിച്ച് അടുപ്പിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ആ വല ഒരിക്കലും കരക്കെടുക്കത്തില്ല. ഒന്നാമത് തിര അത്രയും ശക്തിയിലാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെയുള്ള കൂട്ടാളികൾ കൂടി അവരെ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം എന്തായാലും അവർക്ക് എത്രത്തോളം മീൻ കിട്ടുമെന്നുള്ളത് കൂടി നമുക്ക് എന്താ പറയുക, ഒന്ന് കണ്ടിട്ട് വരാം. വല ഏതാണ്ട് അടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എത്രത്തോളം മീൻ അതിലുണ്ടെന്ന് മാത്രമേ കണ്ടതുള്ളൂ. അപ്പോൾ ആ കാഴ്ചയിലോട്ട് പോകാം. അതിനു മുമ്പ് കുറച്ചുകൂടി ആ വല അടുപ്പിക്കുന്ന കാഴ്ചകളും അതിൻ്റെ ഇടയിൽ അവിടെ എവിടെ മീൻ കിടക്കുന്ന ചെറിയ ചെറിയ മീനുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണും.
വല എന്തായാലും എടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ അവരുടെയൊക്കെ കൈ കാണുന്നതിൽ കൂടുതലും ഞങ്ങളുടെ നാട്ടിൽ ഏട്ടാന്നാ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പോലെ എന്നല്ല എനിക്കറിയത്തില്ല. അതെന്താണെന്ന് നിങ്ങളാരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും അതാണ് കൂടുതലും കാണുന്നത്. ഇനിയിപ്പം വല കംപ്ലീറ്റ് എന്താ പറയുക, തട്ടി കുടഞ്ഞ് അവർ മീൻ അടുപ്പിക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കാണാം കേട്ടോ. ഇതുവരെ നിങ്ങൾ അവർ തട്ടി കുടയുന്നതും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണാം. പല തരത്തിൽപ്പെട്ട മീനുകളും കാണാനുണ്ട്. എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് കാണണമെങ്കിൽ അത്രയും കിടക്കുന്ന കച്ചറകൾ കൂടി ഒന്ന് ഒഴിവാക്കണം. ഞാനാകെ കണ്ടതിൽ ഞങ്ങളുടെ നാട്ടിൽ കൊയല എന്ന് പറയുന്നൊരു മീനും എന്ന് പറയുന്ന മീനും മാത്രമേ കാര്യമായിട്ട് ഞാൻ ഇവിടുന്ന് കാണുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ വയലിലൊക്കെ കാണുന്നൊരു മലഞ്ഞിൽ കൊള്ളൊരു മീനെ കാണുന്നത് ചേറ്റുപാമ്പ് എന്നാണ് അതിന് ഇവിടെ പറയാറ്. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നോട്ടിനി നന്നായിട്ട് കാണാം. അപ്പോൾ ഇത്രയും മീനുകൾ അവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മൊത്തം അവിടെ തന്നെ കടലിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടിട്ട് ഒരു നല്ല തിരയടിച്ചാൽ ഒഴുകി പോകാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെയാണ് കിടക്കുന്നത്. അവിടെയാണ് കൊണ്ടിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എടുത്തു മാറ്റുന്ന കൂട്ടത്തിൽ പുഴഞ്ഞണ്ട് കാണാനുണ്ട്. പുഴഞ്ഞണ്ട് ഈ മഴ കൊണ്ട് കടലിലേക്ക് ഇറങ്ങി വന്നതാവാനാണ് സാധ്യത. എന്തായാലും കാണാനുണ്ട് 5-6. പിന്നെ കാണാനുണ്ട്. അച്ചായി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങൾ പലയിടത്തിലും പല പേരാണ്. എവിടെയൊക്കെ അച്ചിര എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട മീൻ കാണാനുണ്ട്. പിന്നെ കോരക്കുട്ടി ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചെറിയ മീനുകൾ, നോങ്ങൽ എന്ന് പറയുന്ന ഐറ്റം. പിന്നെ പലതരം ഐറ്റംസും കാണാനുണ്ട്. കൊഞ്ചുണ്ട്, ഇതേ കൊണ്ടുപോകുന്നതിൽ തെരണ്ടിയുടെ കുട്ടി, എല്ലാ തരത്തിൽപ്പെട്ട ഐറ്റംസും ഉണ്ട്. എന്തായാലും എവിടെയും മീൻ കിട്ടാത്ത ഈ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വല്ല അവർക്ക് കിട്ടിക്കാണെന്ന് നമുക്കറിയാം. എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട്. എന്തായാലും ഇനി ഇതുപോലുള്ള കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ബൈ പറയുന്നു. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക.